ഹേ ഗൈസ്, ഇന്നൊരു കോഴിക്കോടൻ വ്ളോഗാണ്. കുറേ നാളായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഏട്ടൻ നാട്ടിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഫുള്ള് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അതായത് എനിക്ക് ഓഫീസിൽ പോകണം, പിന്നെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഏട്ടനൊപ്പം കറങ്ങാൻ പോകും, ലീവ് എടുക്കുമ്പോഴും ഞങ്ങൾ കറങ്ങാൻ പോകും. പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് ഷൂട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പ്രൊമോഷൻ വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആകെപ്പാടെ ഫുൾ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കോഴിക്കോട് പോയത് ഞാനും ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ വൈഫും പിന്നെ സിസ്റ്ററും കൂടിയായിരുന്നു കേട്ടോ പോയത്. ഞങ്ങൾ ഫസ്റ്റ് പോയത് SM സ്ട്രീറ്റിലേക്കായിരുന്നു. അവിടുന്ന് നല്ല വമ്പൻ പർച്ചേസിംഗ് ഒക്കെ നടത്തി. കണ്ണി കണ്ട എല്ലാ കടയിലും ഞങ്ങൾ കയറി. പിന്നെ ഞങ്ങൾ കോഴിക്കോട് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം പാരഗണിലെ ഈ ബിരിയാണി ആയിരുന്നു. അങ്ങനെ പോയി അതും കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് മാളിലേക്കായിരുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് പെർഫ്യൂം വാങ്ങണമായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. വെയിലൊക്കെ പോയതിനു ശേഷം ഈവനിങ് ടൈമിലായിരുന്നു കേട്ടോ ഞങ്ങൾ ബീച്ചിലേക്ക് പോയത്. ഞങ്ങൾ മൂന്നുപേരും കടൽ കണ്ടിട്ടില്ലാത്ത പോലെ ആയിരുന്നു കേട്ടോ കടലിൽ കളിച്ചത്. ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ടും കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ രണ്ടുപേരും ഓഫ് ഷോറാണ് ജോബ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുൾ ടൈം കടലിലാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം കരയിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അവർ വരാതിരുന്നത്. പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല. ഞങ്ങൾ അവരെ പിടിച്ച് വലിച്ച് കടലിലിറക്കി. എന്തായാലും കടലിൽ എൻജോയ് ചെയ്യാൻ വന്നില്ലേ, അപ്പോൾ അങ്ങനെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ ഏട്ടനെയും കൊണ്ട് കടലിലേക്ക് ഇറങ്ങി. കൂടെ ഒരാളില്ലാതെ കടലിലേക്ക് ഇറങ്ങി എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. എനിക്ക് കടലിലെ ഈ ഒരു ഈവനിങ് വൈബ് ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈവനിങ് ടൈമിൽ ബീച്ചിൽ പോയാൽ മതിയെന്ന്. അങ്ങനെ ബീച്ചിൽ ഞങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം സ്പ്രിംഗ് പൊട്ടറ്റോ നോക്കി ഞങ്ങൾ കുറേ നടന്നു, പക്ഷേ കിട്ടിയില്ല. അവസാനം കിട്ടിയത് ഉപ്പിലിട്ടതൊക്കെയായിരുന്നു. അങ്ങനെ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട പേരയ്ക്ക, ഉപ്പിലിട്ട പൈനാപ്പിൾ, അങ്ങനെ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. ബൈ.